ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ എൻ്റെ തക്കാളി വിളവെടുക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. നല്ല ചുവന്ന് പഴുത്ത തക്കാളി ഉണ്ടല്ലേ. ഞാനൊരു 1.5 അറുക്കണതാണ് കേട്ടോ. അതൊന്നും ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് ഞാൻ അറുത്തിട്ടില്ല. ഒരുപാട് തക്കാളി നമുക്ക് ഇതിൽ പറിക്കാണ്ട്. നമ്മൾ കരിയിലയിൽ നട്ട പവറാണ് കേട്ടോ ഈ തക്കാളി ഇങ്ങനെ ഉണ്ടാവാൻ കാരണം. നമ്മൾ ഫുള്ള് ചട്ടി കരിയില നിറച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ചാണകപ്പൊടിയും വെണ്ണീറും മണ്ണെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിലാണ് ഞാൻ ഈ തക്കാളിയൊക്കെ നടൽ. അതിൻ്റെ ഒരു പവറിൻ്റെ ഗുണമാണ് കേട്ടോ ഈ തക്കാളി ഇങ്ങനെ ഉണ്ടാവാൻ കാരണം. കുറച്ച് മണ്ണും മതി. പിന്നെ നമുക്ക് ടെറസിൻ്റെ മുകളിലാണല്ലോ, വെയിറ്റും കുറവാകും. അതുകൊണ്ടാണ് നമ്മൾ അധികം കരിയില ഉപയോഗിക്കുന്നത് കേട്ടോ. മണ്ണും കുറച്ച് മതിയല്ലോ. പിന്നെ നമുക്ക് ഇതാ വെണ്ടയ്ക്കാണ് കേട്ടോ. വെണ്ടക്ക വെയിറ്റ് കൊണ്ട് ഒരു ഭാഗത്തേക്ക് മറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മളിതാ വെണ്ടക്ക പറിക്കണ ഞാൻ ഈ കത്രിക കൊണ്ട് മുറിക്കുകയാണ് കേട്ടോ. ഒരു കയ്യിൽ ഫോണാണല്ലോ, ഒരു കൈ കൊണ്ട് കത്രിക കൊണ്ട് മുറിച്ചിടുകയാണ്. അങ്ങനെ ഇതാ കുറച്ച് വെണ്ടയ്ക്കൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് അധികമൊന്നുമില്ല, ഒരു 5-6 ചട്ടിയിലുള്ള വെണ്ടയ്ക്കുള്ളൂ. എന്നാലും നമ്മളെ ആവശ്യത്തിന് ഉള്ള വെണ്ടയ്ക്ക നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഒന്ന് നട്ട് വെക്കണം കുറച്ച്. ഞാൻ പ്ലാവിൻ്റെ ഇല കുത്തിയിട്ട് അതിലാണ് കേട്ടോ വെണ്ട കേബേജൊക്കെ ഉണ്ട് ഇന്ന് നടാൻ. അതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ഈ വെണ്ട ഞാനിങ്ങനെ കരിയില നിറച്ചിട്ട് അതിലാണ് കേട്ടോ വെണ്ടൻ്റെ തയ്യും വെച്ചിട്ടുള്ളത്. വെണ്ട വിത്ത് ഞാൻ ആദ്യം വേറൊരു പാത്രത്തിൽ ആക്കും, അങ്ങനെയാണ് ഇതിൽ വെക്കൽ. പക്ഷേ അള്ളാന്ന് ഇത്രയും തക്കാളിയും വെണ്ടയും നമുക്ക് കിട്ടിയിട്ടോ. കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷം എന്നറിയാം. പിന്നെ നമുക്കിതാ ഒരു സാധനം കൂടെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് വത്തക്ക. നമ്മൾ ഈ ചെറിയൊരു തെർമോക്കോളിൻ്റെ ചെറിയൊരു പെട്ടിയിലാണ് കേട്ടോ അത് ഉണ്ടായത്. തനിയെ ഉണ്ടായതാണ് കേട്ടോ. നമ്മൾ വത്തക്കയൊക്കെ തിന്നിട്ട് വേസ്റ്റ് ഇതിൽ കൊണ്ടിടുമല്ലോ, അപ്പോൾ അതിൽ മുളച്ചുണ്ടായതാണ്. കുറേ തൈ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു തൈ ഉണ്ടായുള്ളൂ. ആ ഒരു തയ്യുമ്പോൾ ഒരു കായ ഉണ്ടായതാണിത്. ഇതിൻ്റെ ഉള്ളി കേട്ടോ. ഉള്ളി മുളച്ചപ്പോൾ ഞാൻ ഇതിൽ കൊടുന്ന് വെച്ചതാണ്. അതാ മുളച്ച് ഉഷാറായി വരുന്നുണ്ട്. ഈ ഒരു ഉള്ളിമണി ഒരുപാട് ഉള്ളി ഉണ്ടാവും കേട്ടോ. അതിമന്ന് 3-4 ഉള്ളി നമുക്ക് ഇതിമന്ന് കിട്ടും. പിന്നെ മുകളിൽ ടെറസിൻ്റെ മുകളിലുണ്ട് ഒരു ചട്ടിയിൽ ഒരു ഉള്ളി വെച്ചതാണ്. ഇപ്പോൾ ഒരു 4-5 മരടായിട്ട് കഴിയുമ്പോൾ കാണാനുണ്ട്. പറിച്ച് നോക്കിയിട്ടില്ല, പറിച്ച് നോക്കണം. ഇതൊക്കെ എൻ്റെ ചട്ടികളാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ സോപ്പിൻ്റെ ലിക്വിഡ് വാങ്ങുന്ന പാത്രങ്ങളാണ്. അതിലൊക്കെ ഞാൻ ഇഞ്ചി വെച്ചതാണ്. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.